ഇൻഡിഗോ വിമാനമെന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഇ.പി. ജയരാജനാണ്. ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നമുക്കറിയാമല്ലോ. അതിനകത്ത് ഈ കോൺഗ്രസിൻ്റെ ഒരു സമരമുണ്ടായപ്പോൾ രണ്ടുപേർക്കെതിരെ നടപടി ഉണ്ടായി. പക്ഷേ അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തപ്പോൾ അദ്ദേഹം അപമാനിക്കപ്പെട്ടു എന്ന ചിന്ത വരികയും ഇനി ഞാൻ ഒരു പ്രഖ്യാപനം നടത്തിയുള്ളൂ. കേരളം തന്നെ ഞെട്ടുന്ന ഒരു പ്രഖ്യാപനമാണ്, ഞാൻ ഇനി ഇൻഡിഗോ വിമാനത്തിൽ കയറില്ല എന്നാണ്. ഇപ്പോൾ കയറാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ഇപ്പോൾ വലിയ രീതിയിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടല്ലോ ഇൻഡിഗോയ്ക്ക്. ഇൻഡിഗോ വിമാനത്തിൻ്റെ അവരുടെ മാതൃ കമ്പനിയായി, ഇൻഡിഗോ എന്ന് പറയുന്ന ഒരു ആഭ്യന്തര വിമാന കമ്പനിയാണ് ഇന്ത്യയിലെ. അവരുടെ മാതൃ കമ്പനിയായ ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ അവർ 5.7% ഓഹരികളിലൂടെ വിറ്റഴിക്കുകയാണ്. അതിൻ്റെ ആ ഓഹരികൾ കൈവശമുള്ള അതിൻ്റെ പ്രൊമോട്ടർമാരിൽ ഒരാളായ രാകേഷ് ഗാംഗ്വാളാണ് ഈ വിവരം പങ്കുവച്ചത്. അത് ഈ ബ്ലോക്ക് ഡീൽ രീതിയിൽ 11,385 കോടി രൂപയുടെ ഓഹരികളാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബ ട്രസ്റ്റായ ചിങ്കർപൂവും ചേർന്ന് വിറ്റൊഴിവാക്കിയത്. അത് വിറ്റഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ വിമാനം സ്വാഭാവികമായിട്ടും ഈ 2022 മുതലാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഇവർ ഈ രാകേഷ് ഗാംഗ്വാളും ഇതിലെ തന്നെ മറ്റൊരു ആൾ, ഈ കമ്പനിയുടെ സഹസ്ഥാപകനായ രാഹുൽ ഭാട്ടിയ, അദ്ദേഹമായിട്ട് രൂക്ഷമായ അഭിപ്രായ ഭിന്നതകളുണ്ടായി. അഭിപ്രായ ഭിന്നതകളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഇ.പി. ജയരാജൻ ദൈവവിശ്വാസിയാണോ സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരുന്നു. അതാണ് ഞാൻ പറയാൻ വന്നത്. ഈ ശാപം ഫലിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ പ്രാക്ക് ഫലിച്ചു എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. ഈ നമ്മുടെ പ്രാദേശികമായിട്ട് കൊളോക്കിയലായിട്ടൊക്കെ ആൾക്കാരെങ്ങനെ അവൻ പ്രാഗി തൊലച്ചു, കണ്ണ് വെച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അവൻ്റെ കണ്ണ് വല്ലാത്തൊരു കണ്ണാണ്. ചില സ്ത്രീകളെക്കുറിച്ച് പറയാറുണ്ട്, അവളുടെ കണ്ണ് വെച്ച് അവളെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ തീർന്നു എന്നൊക്കെ നമ്മൾ ഈ വയസ്സായ അമ്മമാരൊക്കെ പറയാറുണ്ട്, അമ്മൂമ്മമാരൊക്കെ പറയാറുണ്ട്. അതുപോലെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇ.പി. ജയരാജൻ്റെ ആ പ്രാക്ക് ഇൻഡിഗോ വിമാന കമ്പനിക്ക് നേരെ അന്ന് അദ്ദേഹം വലിയ കോലാഹലം ഉണ്ടാക്കി. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഈ രാഹുൽ ഭാട്ടിയും രാകേഷ് ഗാംഗ്വാളുമായിട്ടുള്ള ഒരു ശീതസമരം, ആ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാകേഷ് ഗാംഗ്വാൾ ഈ 11,385 കോടി രൂപയുടെ ഓഹരികൾ അദ്ദേഹവും കുടുംബ ട്രസ്റ്റും ചേർന്ന് വിറ്റഴിക്കുന്നത്. എന്തായാലും അത് വിറ്റഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ ഇൻഡിഗോ വിമാനം നഷ്ടത്തിലാണ്, കമ്പനി നഷ്ടത്തിലാണ് എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു വിലയിരുത്തൽ. അതിനീ പറഞ്ഞതുപോലെ അന്ന് ഈ പിണറായി വിജയനെതിരായ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് 2 പേർ വിമാനത്തിനുള്ളിൽ വെച്ച്, അത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞതും വിമാനത്തിനുള്ളിൽ വെച്ച് മുദ്രാവാക്യം വിളിച്ചു. അത് ജയരാജനും ഗൺമാനും കൂടി വന്ന് അവരെ കൈകാര്യം ചെയ്തു, അവരെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്തു. ഈ ഉടനെ തന്നെ ഈ സെക്യൂരിറ്റിക്കാരകത്ത് വരികയും ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയും അവർക്ക് പിന്നെ അവർക്കെതിരെ നടപടി എടുക്കുകയൊക്കെ ചെയ്തു. അത് പിന്നെ കേസ് കോടതിയിലൊക്കെ വന്ന് അത് അതിൻ്റെ വഴിക്ക് പോയി. പക്ഷെ പൊതുവേ നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതിന് ചില പ്രോട്ടോക്കോളുകളുണ്ട്. വിമാനത്തിൽ നമ്മൾ കയറുന്നതും ഇറങ്ങുന്നതും അവിടെ ഈ സാധാരണ നമ്മൾ ബസ്സിലോ തീവണ്ടിയിലോ കയറുന്നത് പോലെ അല്ലല്ലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിൽ സഞ്ചരിക്കുന്നത് പോലെയല്ല. കൃത്യമായ പ്രോട്ടോക്കോളുകളുണ്ട്. അവർ എയർ ഹോസ്റ്റസ് പറയുന്നത് അനുസരിക്കണം, ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോകരുത്. അതായത് നമ്മൾ ഈ ക്രൂവിൻ്റെ ഈ പൈലറ്റ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ അനുവാദമില്ല, അവിടെ യാത്രക്കാർക്ക് പ്രവേശനമില്ല. അതൊക്കെ വളരെ വലിയ ബന്ദോബസ്താണ് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിമാനത്തിനുള്ളിൽ ആയുധങ്ങൾ കൊണ്ടുപോകരുത്. ഒരു ബ്ലേഡോ മുട്ടുസൂചിയോ പോലും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അത് പിടിച്ചാൽ ഗുരുതരമായ കുറ്റമാണ്, നമുക്കെതിരെ നടപടി വരും. അത് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ വിമാനത്തിനുള്ളിൽ വെച്ചും വിമാനത്താവളത്തിൽ വെച്ചും പെരുമാറുന്നതിന് ചില രീതികളുണ്ട്. അവിടെ ഈ പറഞ്ഞതുപോലെ വലിയ ബഹളം ഉണ്ടാക്കുക, ഉച്ചത്തിൽ ഈ മുദ്രാവാക്യങ്ങൾ വിളിക്കുക, ആൾക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക, ഇതൊക്കെ ഗുരുതരമായ കുറ്റമാണ്. ഇവിടെ വിമാനത്തിനുള്ളിൽ ഇത്തരത്തിൽ മുദ്രാവാക്യം മുഴക്കിയത് ഒരു തെറ്റ് തന്നെയാണ്, കുറ്റം തന്നെയാണ്. അപ്പോൾ അതിന് വകുപ്പ് തല നടപടി, അതിൻ്റെ നിയമപരമായ നടപടികളുണ്ട്. അത് ഈ മുദ്രാവാക്യം മുഴക്കിയപ്പോൾ മര്യാദയ്ക്ക്, അതായത് മിണ്ടാതിരിക്കുന്നതിന് പകരം ഇ.പി. ജയരാജനും ഗൺമാനും വലിയ തോതിൽ അവരെ എതിർക്കാൻ ചെന്നു. അവരെ എതിർത്ത് ഈ പറയുന്നത് പോലെ അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു. ഈ സീൻ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇ.പി. ജയരാജനെതിരെയും ഇൻഡിഗോ വിമാനം നടപടിക്ക് ശുപാർശ ചെയ്തത്. അദ്ദേഹത്തിന് യാത്രാവിലക്ക്, അതായത് വിമാനത്തിൽ യാത്രാവിലക്ക് ഇൻഡിഗോ വിമാനക്കാരല്ല ചെയ്യുന്നത്, അത് സിവിൽ ഏവിയേഷൻ വകുപ്പാണ് ചെയ്യുന്നത്. അദ്ദേഹം MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ ഒരു തെറ്റ് ചെയ്താൽ അതിന് നടപടി ഉണ്ടാകും.
അവർ യാത്രാ വിലക്ക് ജയരാജന് ഏർപ്പെടുത്തി. ആ യാത്രാ വിലക്കിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് വിമാനങ്ങളിൽ നിശ്ചിത കാലത്തേക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്നൊരവസ്ഥ വന്നു. അതിൽ അദ്ദേഹം വലിയ പ്രതിഷേധം ഉയർത്തി. അദ്ദേഹം ആ പ്രതിഷേധം ഇൻഡിഗോയ്ക്കെതിരെ തിരിച്ചുവിട്ടു. അങ്ങനെ ഇൻഡിഗോയെ ശപിക്കുന്ന ഒരു കാഴ്ച കേരളം കണ്ടു. ഈ തലേ കൈ വെച്ച് പ്രാകുക എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ, അതുപോലെ തലേ കൈ വെച്ച് പ്രാകുന്ന. പിന്നീട് കുറേ നാൾ അദ്ദേഹത്തിന്റെ യാത്ര വന്ദേ ഭാരതിലായി. പിന്നെ കാറിലും ഒക്കെ ആയിട്ട് അദ്ദേഹം യാത്ര ചെയ്തു. അദ്ദേഹം ഈ വിമാനം ഒഴിവാക്കി. അദ്ദേഹം അന്ന് പ്രതിജ്ഞ എടുത്തു, മേലാൽ ഞാൻ ഇൻഡിഗോ വിമാനത്തിൽ കയറില്ല, ഞാൻ ഇതിനെ ബഹിഷ്കരിക്കുകയാണ്. അവസാനം അദ്ദേഹത്തിന് ആ പ്രതിജ്ഞ പിൻവലിക്കേണ്ടി വന്നു. കാരണം അവരുടെ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇവിടുന്ന് പെട്ടെന്ന്, അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന ആളാണ്, അപ്പോൾ ഡൽഹിക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അന്ന് വേറെ വഴിയില്ലാതെ ഇൻഡിഗോ വിമാനത്തിൽ ഡൽഹിക്ക് പോകേണ്ടി വന്നു. അന്ന് അതിനെക്കുറിച്ച് പിന്നീട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. കൃത്യമായൊരു ഉത്തരവൊന്നും പറഞ്ഞില്ല. പഴയ പ്രതിജ്ഞയും ശാപവും ഒക്കെ. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണമായിരിക്കുമല്ലോ എല്ലാവരും കാത്തിരിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം എടുക്കേണ്ടതാണ്. കാരണം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇത് അങ്ങയുടെ ശാപം ഫലിച്ചതാണോ? അത് അങ്ങ് തലയിൽ കൈവച്ച് പ്രാഗി അവരെ മുടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തതാണോ എന്നൊക്കെയുള്ള ഒരു കുസൃതി ചോദ്യം അദ്ദേഹത്തിനോടാകാം. പക്ഷേ EP ജയരാജനായതുകൊണ്ട് അതിനെ കുസൃതിയിലേ എടുക്കുകയുള്ളൂ. പിണറായി വിജയനെ പോലെ പിന്നെ എന്താ പറയുക, മാറി നിൽക്കാനും ഇറങ്ങിപ്പോകാനും ഒന്നും പറയില്ല. മാധ്യമപ്രവർത്തകരോട് കടക്കുപുറത്ത് എന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ പണ്ട്. പക്ഷേ EP ജയരാജൻ അങ്ങനെയൊന്നും പറയില്ല. EP ജയരാജനും കോടിയേരിയും ഒക്കെ ഒരു കുറച്ച് സൗമനസ്യമുള്ള നേതാക്കളാണ്. EP ജയരാജൻ പ്രത്യേകിച്ച്. ഞാൻ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനമൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്കറിയാം അദ്ദേഹം വളരെ സൗമ്യമായിട്ട് സംസാരിക്കും. കുറച്ച് പത്രസമ്മേളനത്തിൽ വളരെ വികാരഭരിതനൊക്കെ ആകുമെങ്കിലും പത്രക്കാരോട് ഇടപെടുമ്പോൾ അദ്ദേഹം വളരെ സൗമ്യനായിട്ട് സംസാരിക്കും. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ചാട്ടുള്ളി പോലെയുള്ള വാക്കുകളൊക്കെ പ്രയോഗിക്കും, ഒക്കെ ശരിയാണ്. പക്ഷേ വ്യക്തിപരമായിട്ടും അല്ലാതെയും ഈ പത്രക്കാരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ സൗമ്യമായിട്ട് വളരെ മൃദുഭാഷിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ EP ജയരാജനോട് തമാശയ്ക്കെങ്കിലും അങ്ങനൊരു ചോദ്യം നമുക്ക് ചോദിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇൻഡിഗോ വിമാന കമ്പനി, അതിൻ്റെ മാതൃ കമ്പനിയായ ഇന്റർഗ്ലോബ് ഏവിയേഷൻ അവരൊരു വലിയ പ്രതിസന്ധിയിലാണ്. ഈ ഇത്രയും ഇങ്ങനെ ഓഹരികൾ വിറ്റഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ കമ്പനിയുടെ പ്രവർത്തനത്തെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിന് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. ഈ പറഞ്ഞതുപോലെ EP ജയരാജൻ്റെ ആ ഒരു നിഷ്കളങ്കമായ ശാപം അത് ഈ ഇൻഡിഗോ കമ്പനിയെ ബാധിച്ചോ എന്ന് നമുക്കറിയില്ല. എന്തായാലും പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ വിമാന കമ്പനികളും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ്. വലിയ രീതിയിൽ മാത്രമല്ല സാമ്പത്തികമായി തന്നെ പല ജനങ്ങളും തീർച്ചയായിട്ടും സാമ്പത്തികമുണ്ടായ പശ്ചാത്തലത്തിൽ അവർ ഇപ്പോൾ യാത്രകളും മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, സാമ്പത്തികം മാത്രമല്ല, നമുക്ക് വളരെ പെട്ടെന്നൊരു അത്യാവശ്യം ഇവിടുന്ന് ഡൽഹിക്ക് പോകണം, അല്ലെങ്കിൽ ബോംബെക്ക് പോകണം, എന്തെങ്കിലും പെട്ടെന്നൊരു അടുത്ത ബന്ധു ഒരു ആപത്തിൽപ്പെട്ടു അല്ലെങ്കിൽ മരിച്ചു, പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം. നമുക്ക് മറ്റു വഴികളില്ല. പെട്ടെന്ന് വിമാനത്തിൽ എവിടെന്നെങ്കിലും പണം കടം വാങ്ങിയെങ്കിലും നമ്മൾ ടിക്കറ്റ് എടുത്ത് വിമാനത്തിൽ യാത്ര ചെയ്യും, അല്ലേ? ഇന്നിപ്പോൾ ഇന്ത്യയിൽ മുമ്പ് 70 വിമാനത്താവളങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത് 140 എത്തി നിൽക്കുക. അപ്പോൾ വിമാനത്താവളങ്ങളുടെ എണ്ണം കൂടി, ആഭ്യന്തര സർവീസുകളുടെ എണ്ണം കൂടി. ഈ ആഭ്യന്തര സർവീസുകൾ കുറച്ചുകൂടെ നയപരമായിട്ട് നടത്തിയാൽ കുറച്ചുകൂടെ ടിക്കറ്റിന് കുറവ് വരും. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇവിടുന്ന് ഡയറക്റ്റ് ഇപ്പോൾ നമുക്ക് ലക്നൗവിലേക്ക് പോകണം. ലക്നൗവിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കാണില്ല. അത് പിന്നെ മുംബൈ ചെന്ന് മുംബൈയിൽ നിന്ന് പിന്നെ ലക്നൗവിലേക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും യാത്ര വേണ്ടി വരുന്നത്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഭോപ്പാലിൽ പോകണം. ഈ ഭോപ്പാലിൽ ധാരാളം മലയാളികളുള്ളൊരു സ്ഥലമാണ് ഭോപ്പാൽ. അപ്പോൾ ഭോപ്പാലിൽ പോകണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റത്തില്ല. നമ്മളിവിടുന്ന് ബോംബെയിലോ പൂനെയിലോ ബാംഗ്ലൂരോ ചെന്നിട്ട് അല്ലെങ്കിൽ ചെന്നൈ ചെന്നിട്ട് അവിടെ നിന്നായിരിക്കും പിന്നെ ഒരു കണക്ഷൻ ഫ്ലൈറ്റ്, അല്ലെങ്കിൽ ഹൈദരാബാദിൽ പോയിട്ട് അവിടെ നിന്നായിരിക്കും ഒരു കണക്ഷൻ ഫ്ലൈറ്റ്. അപ്പോൾ ഇത്തരത്തിൽ ആഭ്യന്തര സർവീസുകളുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഈ പറയുന്നത് പോലെ എണ്ണമൊക്കെ കൂട്ടിയാൽ ആൾക്കാർ ഏത് നാട്ടുകാർ എവിടെ ഉണ്ട് കൂടുതലെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് സർവീസൊക്കെ അറേഞ്ച് ചെയ്താൽ അത് വലിയ തോതിൽ അവർക്ക് ലാഭമുണ്ടാകും, അതിൽ തീർച്ചയാണ്. ഈ പറഞ്ഞതുപോലെ വയസ്സായ ആൾക്കാരാണ് കൂടുതലും ട്രെയിനിനെയും മറ്റും ആശ്രയിക്കുന്നത്. ചെറുപ്പക്കാർ ഇപ്പോൾ കൂടുതൽ യാത്ര ചെയ്യുന്നത് ഈ വിമാനത്തിലൊക്കെയാണ് എന്നാണ് കണക്കുകൾ, അതിൻ്റെ കൃത്യമായ കണക്കുകൾ പുറത്തു വരാനുണ്ട്. എന്തായാലും ഈ ഇൻഡിഗോയ്ക്ക് നേരിട്ടിരിക്കുന്ന ഈ ഒരു നഷ്ടം, അവരുടെ ഇതുപോലെ ഈ ശീതസമരം, അവർ അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ, മാനേജ്മെൻറ്റിൻ്റെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവർ തമ്മിൽ ഉള്ള ശീതസമരം
വലിയ തോതിൽ ഒരു എന്താ പറയുക, അതിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് അതിനെ എത്തിക്കുന്നു, പ്രതികൂലമായിട്ട് അതിനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം സത്യമാണ്.